ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് സംസാരിപ്പാനായിട്ട് സഭയായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വിഷയം ദൈവിക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള പങ്ക് എന്നതാണ്. The role of children in God's mission. ദൈവത്തിൻ്റെ ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾക്കുള്ള പങ്ക് എന്താണ്? നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വചന കേൾവി നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി മാറുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് അങ്ങയുടെ നിയോഗത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിത്യതയുടെ വീക്ഷണത്തിൽ കരുതുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളോട് ശക്തമായും ഹൃദ്യമായും ഇടപെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. We, the Christian parents, are so much concerned about the future of our children, and we go at any extent to care for them, to provide for them, and to give or arrange all facilities for them. നമ്മൾ ക്രിസ്തീയ മാതാപിതാക്കന്മാർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് വില കൊടുത്തും എന്തും നേടിയെടുക്കുവാൻ ശ്രമിക്കുന്നവരാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തീയ മാതാപിതാക്കന്മാർ ജീവിക്കുന്നത്. പല വാർദ്ധക്യത്തിൽ വന്നതായിരിക്കുന്ന പ്രിയപ്പെട്ടവരും പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. We did not live for ourselves, but we live for our children. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഒരർത്ഥത്തിൽ അത് നല്ലതാണ്. ഒരു നല്ല വാല്യൂ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ. എന്നാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് കരുതുന്നത്? എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മളെ കർത്താവ് ഏൽപ്പിച്ചതായിരിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിൽ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നിയോഗത്തിൽ, ദൗത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള പങ്ക് എന്താണ്? നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഞാനൊരു വിരോധാഭാസം പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്തീയ മാതാപിതാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്ത് വിലയും കൊടുക്കാനും എന്ത് കാര്യം വേണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തു കൊടുക്കാനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നാലും, നമ്മൾ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വന്നാലും, നമ്മുടെ പല കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നാലും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നെ കേൾക്കുന്നവരിൽ ഭൂരിഭാഗവും. എന്നാൽ ഞാനൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം നിങ്ങളെ ഓർമ്മിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 3/2 കുഞ്ഞുങ്ങളും, അതായത് ഇൻ ക്രിസ്ത്യൻ കൺട്രീസിൽ, ക്രിസ്തീയ രാജ്യങ്ങളിൽ 3/2 കുഞ്ഞുങ്ങളും, എസ്പെഷ്യലി ഇൻ യൂറോപ്പ് ആൻഡ് USA, Europe, USA and Canada are not
going to Sunday school and parents are least bothered about it. 3-ൽ 2 കുഞ്ഞുങ്ങൾ ക്രിസ്തീയ രാജ്യങ്ങളെന്ന് അഭിമാനിക്കുന്ന അമേരിക്കയിൽ, കാനഡയിൽ, അതുപോലെ യൂറോപ്യൻ കൺട്രികളിൽ സൺഡേ സ്കൂളിൽ പോകാറില്ല. As a result, a good majority of them are not getting Christian teaching and they are deviated. അവർക്ക് ക്രിസ്തീയമായിരിക്കുന്ന പഠിപ്പിക്കലുകൾ എന്താണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തന്നെ അവർ വഴിതെറ്റി പോവുകയാണ്. 84% കുഞ്ഞുങ്ങളും 84% of the children in US and Canada are unconverted. അല്ലെങ്കിൽ അവര് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരല്ല. 84% കുഞ്ഞുങ്ങൾ, 1-2 അല്ല പ്രിയരെ. Then 85% of the children leave the Sunday school before the age of 15. 15 വയസ്സാകുന്നതിന് മുൻപ് തന്നെ സൺഡേ സ്കൂളിൽ നിന്ന് യാതൊരു ബന്ധവുമില്ലാതെ സൺഡേ സ്കൂൾ വിട്ടുപോകുന്നവരാണ് ഈ കുഞ്ഞുങ്ങളിലധികവും. അവരുടെ ജീവിതത്തിൽ they don't have role models. They don't have adequate impact given to them by their teachers and their parents. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? The proportion of unreached children becomes great and greater every year. അതായത് കർത്താവിനെ അറിയാതെ വളരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഓരോ വർഷവും ക്രിസ്തീയ കുടുംബങ്ങളിൽ എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. We have a huge responsibility. നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നത് ഞാൻ ഓർമ്മിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ടെയ്ലർ ജോൺസൺ എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മിഷണറി ഇപ്രകാരമാണ് പറഞ്ഞത്: The church and home can work together to raise a generation of children with a biblical worldview focused on the mission of Jesus. ഞാൻ ഒന്നുകൂടെ പറയാം. The church and home can work together to raise a generation of children with a biblical worldview focused on the mission of Jesus. എന്താ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? യേശുവിൻ്റെ ദൗത്യത്തെ കേന്ദ്രീകരിച്ച് വേദപുസ്തക ലോകവീക്ഷണമുള്ള ഒരു തലമുറയിലെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിന് സഭയും നമ്മുടെ ഭവനവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ സാധ്യമായി തീരും. സഭയും ഭവനവും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് ദൈവബോധമുള്ള, ദൈവകൃപയുള്ള, ദൈവികമായിരിക്കുന്ന ചിന്തകളുള്ള ഒരു തലമുറയെ ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി വളർത്തിയെടുക്കുവാൻ സാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് സാമുവൽ. സാമുവൽ lived with a wicked generation. ദൈവകൃപയില്ലാത്ത, ദൈവികമായിരിക്കുന്ന കാഴ്ചപ്പാടില്ലാത്ത, വഴിതെറ്റിപ്പോകുന്ന തലമുറയിലെ ദൈവഭക്തിയുള്ള ഒരു മാതൃകയാണ് സാമുവേൽ. The reason was Hannah. ഹന്നയാണ് അതിന് കാരണം പ്രിയരെ. അവരുടെ ഭവനത്തിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഹന്ന സാമുവേലിന് ഒരുക്കി കൊടുത്തു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരോട്
എനിക്ക് പറയാനായിട്ടുള്ളത്. I am also a parent, and most of you are parents, and we have a great responsibility of creating a God consciousness, and also to bring a generation, a God-fearing generation, who involved in the mission of God. ദൈവത്തിന്റെ ദൗത്യത്തിൽ പങ്കാളികളായി തീരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പലരും ഇന്ന് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കതിരിന്മേൽ കൊണ്ടുപോയി വളം വെക്കാറുണ്ട്. ആദ്യമൊന്നും ഇതിന് സമയം കണ്ടെത്താറില്ല. അവർക്കുടെ ഇഷ്ടം പോലെ, അവരുടെ താല്പര്യം പോലെ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പള്ളി പോകാം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേദപുസ്തകം വായിക്കാം, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സൺഡേ സ്കൂൾ പഠിക്കാം എന്നെല്ലാം പറഞ്ഞ് എല്ലാം കൈവിട്ടു പോകുമ്പം പ്രാർത്ഥനയോ പ്രാർത്ഥനയാണ്, എല്ലാം കൈവിട്ടു പോകുമ്പോൾ ഉപവാസ പ്രാർത്ഥനയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന ചിന്ത വരുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം, അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന്റെ ആദ്യ പടി എന്നതുപോലെ the first few years of their life is very crucial in their character formation. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയരെ, നാം വളരെ ഗൗരവത്തോടുകൂടെ ഇതിനെ കാണണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇന്ന് 2 വേദഭാഗങ്ങൾ വായിച്ചു. നമ്മൾ വായിച്ചതായിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയും, അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 14 വരെയും നാം വായിച്ചു. അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന മറ്റൊരു കാര്യം ലൂക്കോസിന്റെ സുവിശേഷത്തില് ഉണ്ട്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അവന്റെ മാതാപിതാക്കന്മാർ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവന്നത് എന്ന്. ഈ ഭാഗങ്ങളെയൊക്കെയും ചേർത്ത് കോർത്തിണക്കിക്കൊണ്ട് I would like to give a certain concerns about what are the roles of children in God's mission. ഒന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, children are precious in the mission of God. ദൈവത്തിന്റെ ദൗത്യത്തിൽ അല്ലെങ്കിൽ ദൈവീക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് വീസേ നിനക്കൊന്നും പ്രായമായിട്ടില്ല എന്നിട്ട് പറഞ്ഞാൽ മതി. Okay, you just get the way for us. നിനക്ക് പ്രായമായിട്ടില്ല, യു ആർ ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നിടത്ത് ദൈവവചനം വളരെ വ്യക്തതയോടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്നറിയാമോ? ചിൽഡ്രൻ ആർ precious in the mission of God. ദൈവീക പദ്ധതിയിൽ, ദൈവീക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് അമൂല്യമായ സ്ഥാനമുണ്ട്. കുഞ്ഞുങ്ങൾ വിലപ്പെട്ടതാണ്. ചില വാക്യങ്ങൾ വളരെ പെട്ടെന്ന് വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ പെട്ടെന്ന് ഒന്ന് വായിക്കുന്നത് അഭികാമ്യമാണ്. ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സസ് 4 to 7. ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. Repeatedly the kids have to hear. അവര് നിരന്തരം അത് കേൾക്കണം. സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്.
നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. So Proverbs chapter 26 verse 6, 22 verse 6 says, train the child the way that they should grow. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാലും അതിനെ വിട്ട് മാറുകയില്ല. സങ്കീർത്തനങ്ങൾ 127 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Psalms 127 verses 3 to 5. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. പിന്നീട് നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം verses 13 and 14. Matthew chapter 19 verses 13 and 14. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചില ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. യേശുവോ അവരെ വിലക്കിയിട്ട് പറയുകയാണ്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. ഇതേ കാര്യങ്ങൾ തന്നെ 3 സുവിശേഷങ്ങളിലും എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുവാനായിട്ട് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ബട്ട് ഐ വിൽ ടെൽ യു ദ റെഫറൻസ്. മത്തായിയുടെ സുവിശേഷം 19, 13, 14, മർക്കോസിന്റെ സുവിശേഷം 10, 13 മുതൽ 15 വരെ, മാർക്ക് ചാപ്റ്റർ 10 verses 13 to 15 and Luke chapter 18 verses 15 to 17. ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങൾ ദൈവിക ദൗത്യത്തിൽ വളരെ വിലമതിക്കപ്പെട്ടവരാണ്. They are precious in the sight of God. കുഞ്ഞുങ്ങളെ നിസ്സാരവൽക്കരിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരാണ്. ഈ ക്രിസ്തീയ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നവർ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ഭാവിയുടെ ഭദ്രതയ്ക്ക് വേണ്ടി, അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന മാതാപിതാക്കന്മാരെ ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. We have a greater responsibility of giving our God to our generation and make them involved in the mission of God. ദൈവത്തിന്റെ പദ്ധതികളിൽ അവരെ ഒരുക്കി നിർത്തുവാൻ എനിക്കും നിനക്കും ചുമതലകളുണ്ടെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. They are precious in the mission of God. ആണോ? അങ്ങനെയുള്ള മാതാപിതാക്കന്മാരുണ്ട് നമ്മുടെ ഇടയിൽ. ആ മാതാപിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നേരം വെളുത്ത് പ്രാർത്ഥിച്ച് ദൈവവചനം വായിച്ച് അവരുടേതായിട്ടുള്ള മറ്റുള്ള ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെ ചെയ്യണമെന്ന് അനുശാസിക്കുന്ന മാതാപിതാക്കന്മാർ നമുക്കുണ്ട്. And I really thank the Lord for such parents. അല്ലാത്തവര് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കണം. Children are precious in the sight of God, in the mission of God. ഞാൻ വളരെ വേഗം മുൻപോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, children are the propagators of God's mission. ദൈവിക ദൗത്യത്തിന്റെ പ്രചാരകരാണ് ഈ കുഞ്ഞുങ്ങൾ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. 2 Kings chapter 5 verses 3 to 4. അവൻ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ യജമാനനോട്, ഇസ്രായേൽ ദേശക്കാരത്തിയായ പെൺകുട്ടി ഇന്നിന്ന പ്രകാരം സംസാരിച്ചു എന്ന് ബോധിപ്പിച്ചു. അടിമയായി പിടിച്ചുകൊണ്ടുവരപ്പെട്ടതായ ഒരു പെൺകുട്ടി. She does not have a name here.
We don't have much details about this particular girl. Only one identity is given. She is from Israel. ഇസ്രായേൽ ദേശക്കാരത്തിയായ പേരില്ലാത്തതായ മറ്റ് യാതൊരു വിധമായ അഡ്രസ്സും ഇല്ലാത്തതായ ഒരു പെൺകുട്ടി ഇവിടെ ഇതാ അന്യദേശത്ത് അവളുടെ യജമാനന്റെ വീട്ടില് she becomes the propagator of God's mission. എന്താണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്? അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമ്മള് 5-ാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം. ആരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ ആരാമിന് ജയം നൽകിയതുകൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി. അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. നയമാൻ പരാക്രമശാലിയായിരുന്നു, എന്നാൽ അവനൊരു കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ ആരാം രാജാവിന് ജയം നൽകി. അവർ ഇസ്രായേലിൽ നിന്ന് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് ഇവരുടെ വീട്ടില് വിലക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. But when the right time came, she did not keep quiet. ഞാന് ഈ ഐഡന്റിറ്റി ഇല്ലാത്ത, ഈ പേരില്ലാത്ത ഈ പെൺകുട്ടിയെ പറ്റി ചിന്തിക്കുമ്പോൾ her influence in the family was superior. അവളുടെ ഭവനത്തില്, അവൾ വേലയ്ക്ക് നിൽക്കുന്നതായിട്ടുള്ള വീട്ടില് അവളുടെ സ്വാധീനം വളരെ വലുതായിരുന്നു പ്രിയരെ. She was able to say that with her personal testimony, വ്യക്തിപരമായിരിക്കുന്ന സാക്ഷ്യം അവൾക്കുള്ളവളായിരുന്നു. അവള് തന്റെ യജമാനത്തിയോട് പറഞ്ഞു, എന്റെ യജമാനായിരിക്കുന്ന നയമാൻ പരാക്രമശാലിയാണ്, എന്നാൽ അവൻ കുഷ്ഠരോഗിയാണ്. അവൻ എന്റെ പ്രവാചകന്റെ അടുത്തേക്കൊന്ന് പോയാൽ, അവിടെ ഒന്ന് പ്രവാചകൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ അവന് സൗഖ്യം വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. She propagates her faith. Her faith in God was propagated in a strange home, in a strange land, in a strange situation. Then she had the courage to testify that her God is unique. അവൾ ആരാധിക്കുന്ന ദൈവം, അവൾ വിശ്വസിക്കുന്ന ദൈവം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പറയുവാൻ ഉള്ള ധൈര്യം ഈ പെൺകുട്ടിക്ക് ഉണ്ടായി പ്രിയരെ. It is not because of anything else but her bringing up in the family. ഈ പെൺകുഞ്ഞിന്റെ വളർച്ചയിൽ അവളുടെ മാതാപിതാക്കന്മാർ കൊടുത്തതായ പ്രാധാന്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. In this house of Naaman, she is a servant girl, she is a slave girl, yet she was able to testify her faith. She propagated her faith. നിങ്ങൾ സകല ഭൂവാസികളോടും എന്ത് ചെയ്യണം? എന്റെ സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ എന്റെ ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് കർത്താവ് പറഞ്ഞതായ ആ പ്രൊപ്പഗേഷനിൽ ഇവിടെ ഇതാ പേരില്ലാത്ത ഇസ്രായേൽക്കാരത്തി പെൺകുട്ടി നാമാന്റെ വീട്ടിൽ ദൈവത്തിന്റെ സാക്ഷിയായി മാറുന്നു. She becomes a propagator in God's mission. Don't underestimate our children. Their influence, their faith in God, their courage to testify are far greater than our bold faith. നമുക്കതിന് സാധിക്കുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ അവരുടെ കലാലയങ്ങളിൽ, അവരുടെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ പ്രിയരെ? അനേകരുണ്ട് ആവശ്യക്കാര് പ്രിയരെ, അനേകരുണ്ട് ആവശ്യക്കാര്. People those who haven't heard, people those who are confused, people who do not know the way are there. Opportunities are many, but laborers are few.
നമുക്കതിന് സാധിക്കുമോ? The other day, when I was talking with a person in Ushanagar, a Hindu person, totally confused. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. Very influential person in the society. We had a long talk, more than 1.5 hours. In that talk, he has been telling about his stories in the family. He was in tears. I shared the gospel with him, prayed for him, prayed for his children. എന്നോട് പറഞ്ഞു, ഫാദറെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവിധമായ പ്രശ്നങ്ങളും ഉള്ളതായിരിക്കുന്ന ഈ സമൂഹത്തിൽ നല്ല സ്ഥാനവും വിലയുള്ളതായ ഒരു ചെറുപ്പക്കാരൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, we have a great mission. ഞാനിത് പറഞ്ഞത്, we need to be the propagators and we have to prepare our children to be the propagators for God's mission. മൂന്നാമത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, our children are the partners in God's mission. അവർ ദൈവിക ദൗത്യത്തിൽ പങ്കാളികളായി മാറണം. അവര് ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളവരാണ്. They are precious and they are propagators, and third, they are partners in God's mission. എന്താണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 8ഉം 9ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. Gospel of John, chapter 6, verses 8 and 9. ശിഷ്യന്മാരിൽ ഒരുത്തനായി ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. See, 5 loaves and 2 fishes. It was with a small child. 5 അപ്പമുണ്ട്, 2 മീനുണ്ട്. ശിഷ്യന്മാരോട് ഒരു ആവശ്യം നിറവേറ്റാൻ കർത്താവ് ആവശ്യപ്പെട്ടപ്പോൾ they had their own calculations. They started calculating things. അവര് കണക്ക് കൂട്ടാൻ തുടങ്ങി. അവരുടെ കണക്കുകൂട്ടലൊക്കെ പിഴച്ചു. അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ ശിമോൻ പത്രോസിന്റെ സഹോദരനായ ആന്ത്രയോസ് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്. There is a small boy here and his mother has sent him the lunch. ഒരു ദൈവദാസൻ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, the miracle that began from the lunch of a small boy. ഒരു ചെറിയ കുട്ടിയുടെ ഭക്ഷണത്തിൽ നിന്ന് ഉണ്ടായ അത്ഭുതം. കാരണം എന്നറിയാമോ? He has become a partner of God's mission. He was ready to share what he had with God's mission. ദൈവിക ദൗത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്പെക്ടേറ്റേഴ്സ് ആകരുത്. അവരാരായി മാറണം? പങ്കാളികളായി മാറണം. ഇവിടെ ഇതാ ഈ കൊച്ചുകുഞ്ഞ്, അവന് പ്രസംഗം കേൾക്കാൻ വേണ്ടി പോയതാ. രാവിലെ പോയപ്പം അമ്മ പറഞ്ഞു, മോനെ, യേശുക്രിസ്തുവിനെ കേൾക്കാൻ പോകുകയാണെങ്കിൽ സമയമെടുക്കും, യു ടേക്ക് ദ ലഞ്ച് വിത്ത് യു എന്ന് പറഞ്ഞ് അവൻ ലഞ്ചുമായിട്ട് വന്നു. But when there was a need came, he shared what he had. അവൻ ഉണ്ടായിരുന്നത് അവൻ ആ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ he was able to see the miracle that was happening there.
എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഉള്ളത് എന്ത് തന്നെയായിരുന്നാലും, I know many of you may not have much in your hands, but are you ready to share what you have with the Lord? Then you see the miracle happening there. ഞാനിവിടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. When we went as a family to US in 2013, അവിടെ എല്ലാ വർഷവും അവിടെ BBS ഉണ്ട്. അപ്പം അവിടെ BBS നടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങള് they bring their offertory. അവര് ഓഫർട്ടറി കൊണ്ടുവരുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യുമായിരുന്നു, and they share that offertory with some of the American organizations there. അപ്പൊ ഞാൻ പറഞ്ഞു, അമേരിക്കയിലെ ഓർഗനൈസേഷന് കൊടുക്കാൻ അമേരിക്കയിൽ ഇഷ്ടംപോലെ ചർച്ചസ് ഉണ്ട്. എന്നാൽ നിങ്ങൾ കൊണ്ടുവരുന്നതായിട്ടുള്ള ഓഫർട്ടറി നമ്മുടെ സഭയില് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതായിട്ടുള്ള അനേക മിഷണറിമാരുണ്ട്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയത്തില്ല. പലരുണ്ട്, ഒരു 2 വീലർ കിട്ടിയാൽ കുറച്ചുകൂടെ പ്രവർത്തിക്കുവാൻ താല്പര്യം ഉള്ളതായിരിക്കുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. The previous years they had only the collection of $350. എനിക്കറിയാം അതുകൊണ്ടൊന്നും നേടാനായിട്ട് ഒക്കത്തില്ല. ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു. They went and shared this concern in their homes. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല പ്രിയരെ. കഴിഞ്ഞ വർഷം, അതായത് തലേ വർഷം $350 കിട്ടിയ സ്ഥാനത്ത് 2013 ഞാൻ അവിടെ ചെന്നായിട്ടുള്ള വർഷം the children were able to raise around $2,800. ഒരു ബൈക്കിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചെടുത്ത് 3 ബൈക്കിൽ കൂടുതൽ വാങ്ങിക്കുവാനുള്ള പൈസ ദൈവം കൊടുത്തു പ്രിയരെ. Started with small children. They were ready to share what they had. And when they brought together, I think they were able to see the miracle there. And still they continue that. And I praise the Lord for that. Children become partners in God's mission. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോക്കറ്റ് മണി കൊടുക്കുമ്പം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പം നമ്മൾ പറയുമോ, there are people who are in need. Will you able to set apart a small portion from that and give to the mission? The Lord will bless you. The Lord will bless your homes. The Lord will bless your generation. നാലാമത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. Children are the prototype in God's mission. ദൈവ ദൗത്യത്തിൽ കുഞ്ഞുങ്ങളാണ് മാതൃക. കുഞ്ഞുങ്ങളാണ് മാതൃക. They are the prototype. നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. Matthew chapter 18 verses 1 to 5. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കെ വന്നു. സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരെന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. മതി പ്രിയരെ, ഇവിടെ എന്തോ ആണ് നാം കാണുന്നത്? The children are the prototype in God's mission. ശിഷ്യന്മാര് മത്സരിക്കുമ്പോൾ, ശിഷ്യന്മാര് കർത്താവിന്റെ ദൗത്യവുമായി പല രാജ്യങ്ങളിൽ കടന്നുപോയി
സുവിശേഷം അറിയിക്കേണ്ട ശിഷ്യന്മാര് ഞങ്ങളിൽ ആരാണ് വലിയവൻ, ഞങ്ങൾക്ക് ആർക്കാണ് പൊസിഷൻ കിട്ടുന്നത്, ഞങ്ങൾക്ക് ആർക്കാണ് ചെയർ കിട്ടുന്നത് എന്ന് മത്സരിക്കുന്ന സമയത്ത് യേശു തിരിഞ്ഞ് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ അവകാശിയാകാൻ കഴിയുകയില്ല. ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്ന്. Children are the prototype for God's mission. ദൈവിക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾ മാതൃകാപരമായ കാൽച്ചുവടുകൾ വെക്കുന്നവരാണ്. We have to learn from the children. We have to learn from their attitude. We have to learn from their selfless attitude. Their nature of loving and caring, we have to learn. ശിഷ്യന്മാരല്ല ദൗത്യ നിർവഹണത്തിൽ മാതൃകയായത്, കുഞ്ഞുങ്ങളാണ് ദൗത്യ നിർവഹണത്തിൽ മാതൃകയായത്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാന് ആന്ധ്ര മിഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ മാസവും ഞാൻ ആന്ധ്രയില് ആരാധനയ്ക്ക് കടന്നു പോകുമായിരുന്നു. Once in a month I used to visit different congregations in Andhra Pradesh. In one place called Karedu in Andhra Pradesh in Ongole district, ഒരു 110 പേരോളം കൂടുന്ന ഒരു കോൺഗ്രിഗേഷൻ ആണ്. ആ കോൺഗ്രിഗേഷൻ നമ്മുടെ കോൺഗ്രിഗേഷൻ അവിടുത്തെ സാധാരണക്കാരായ കൂലിവേലക്കാരെ കൊണ്ട് തിങ്ങിയിട്ടുള്ള ഒരു കോൺഗ്രിഗേഷൻ ആണ്. അവിടെ ആരാധന നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു പ്രായമായ വല്യമ്മച്ചി പെട്ടെന്ന് അവിടെ കിടന്നു. കാരണം പായലാണ് ഇരിക്കുന്നത്. She lost her conscience. ആ അമ്മച്ചിയുടെ ബോധം പെട്ടെന്ന് അവിടെ വീണുപോയി. എന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിപ്പിച്ച കാര്യം എന്നാണെന്നറിയാമോ? പ്രായമുള്ളവർ പലരും ഉണ്ടായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നപ്പം ഒരു കൊച്ചു കുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് ഓടിപ്പോയി. ഒരു കപ്പിനകത്ത് വെള്ളവുമായിട്ട് തിരിച്ചു വന്ന് ആ അമ്മച്ചിയുടെ മുഖത്ത് കളിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞ്, നോട്ട് റിലേറ്റഡ് ടു ദാറ്റ് അമ്മച്ചി. ആ മാതാവിന് ബന്ധമുള്ളതോ ആ മാതാവിന്റെ ഗ്രാൻഡ് സണ്ണോ ഗ്രാൻഡ് ഡോട്ടറോ ഒന്നും അല്ല അത്. എ സ്മോൾ ബോയ് റൺഡ് ആൻഡ് ഗോട്ട് എ കപ്പ് ഓഫ് വാട്ടർ ആൻഡ് sprinkled on her face. ദൈവിക ദൗത്യത്തിൽ മാതൃകകളാകുന്ന കുഞ്ഞുങ്ങൾ. നമ്മുടെ തലകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണക്കാം. ഞാൻ ഇന്ന് 4 കാര്യങ്ങളെ നിങ്ങളോട് പറഞ്ഞല്ലോ. ഒന്നാമത് ഞാൻ പറഞ്ഞത്, the children are precious in the mission of God. ദൈവിക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾ വിലയുള്ളവരാണ്. 2, the children are the propagators of God's mission. ദൈവിക ദൗത്യത്തിന്റെ പ്രചാരകരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. 3, children are the partners in God's mission. ദൈവിക ദൗത്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പങ്കാളികളാണ്. 4, the children are the prototype in God's mission. ദൈവിക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾ മാതൃകകളാണ്. അവർ മാതൃകയാണ്. അതുപോലെയുള്ള ഒരു മാതൃകയായി മാറുവാൻ, ജീവിതയാത്രയിൽ കർത്താവിനോട് കൂടെ നടക്കുവാൻ, കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളായി മാറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ദൗത്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ ഒരു പങ്കുണ്ട്.
they are precious, they are propagators, they are partners, and they are the prototype. ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവകൃപയിൽ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ.